ഈ 1,00,000 കുറേ ഏജൻസികൾ രജിസ്ട്രേഷൻ ഫീസൊക്കെ മാനിക്കുന്നുണ്ട്. അതൊന്നും മാനിക്കാൻ പാടില്ല. നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് നിയമപ്രകാരം 20,000 രൂപ മാത്രമേ രജിസ്ട്രേഷൻ ഫീസ് മാനിക്കാൻ പാടുള്ളൂ. എപ്പോഴും സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സിനെയാണ് ഒരു കൺട്രിക്ക് ആവശ്യം. അപ്പോൾ സ്കിൽഡ് വിസയിൽ വരുന്നവർക്കാണ് കൂടുതലും അവിടുത്തെ PR കിട്ടാനും ഇതിനൊക്കെ ചെയ്യും. ഇപ്പോൾ കുറേ പേര് വെയർഹൗസ് ജോബ് അത് ഇത് എന്നൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. ആ 1,200-2,000 അവിടുത്തെ ടാക്സും കഴിഞ്ഞ് കയ്യിൽ കിട്ടുന്നത് വളരെ ചെറിയൊരു എമൗണ്ടാണ്. അപ്പോൾ ആ ഒരു എമൗണ്ടിന് വേണ്ടി പണിയെടുക്കാനായിട്ട് വേറെ ഇങ്ങനത്തെ ഒരു രാജ്യത്ത് പോയി പണിയെടുക്കുന്നത് വളരെ എനിക്ക് ജെന്യുവനായിട്ട് തോന്നിയത് എന്താണ്, ഇവർ 20,000 ഫസ്റ്റത്തെ രജിസ്ട്രേഷന് വാങ്ങിക്കണല്ലോ. രണ്ടാമത്തെ കാര്യം, നിങ്ങളാണ് ഡയറക്റ്റ് ആയിട്ട് എംബസിയിലേക്ക് പൈസ അടയ്ക്കേണ്ടത്. ഇവരൊന്നും അതിൽ ഇടപെടില്ല, അങ്ങനത്തെ പൈസ ഒന്നും വാങ്ങിക്കില്ല. അവസാനം വിസ അടിച്ച് കിട്ടിക്കഴിഞ്ഞാലാണ് ഇവരുടെ ഫീസ് വാങ്ങിക്കുള്ളൂ. വെൽക്കം ടു നിഫിം വ്ലോഗ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ചാലക്കുടിക്കാരൻ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാനൊരു അഡ്വക്കേറ്റ് ആണ്. 2-3 വർഷങ്ങളായിട്ട് ഈ എബ്രോഡ് കുറേ പിള്ളേർ പോകുന്നുണ്ട്. അവർ കുറേ കാര്യങ്ങളിൽ ചതിക്കപ്പെടുന്നുണ്ട്. ഈ പറ്റിച്ച ഏജൻസിക്കും ഈ ചതിക്കപ്പെട്ട പിള്ളേർക്ക് വേണ്ടി നിയമോപദേശം കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു, ഇതിനെക്കുറിച്ച് പഠിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എൻ്റെ ഒരു സുഹൃത്ത് ജർമ്മനിയിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത കാരണമുണ്ട്. അദ്ദേഹം എനിക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. അപ്പോൾ എനിക്ക് ജെന്യുവിൻ ആണെന്ന് എനിക്ക് തോന്നിയ കാരണമുണ്ട്. എൻ്റെ ചെറുപ്പം മുതലുള്ള ഒരു സുഹൃത്താണ്, വിഷ്ണു എന്നാണ് പേര്. പിന്നെ ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ ഒന്നുമില്ല. അദ്ദേഹത്തിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്താൽ ആക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യാം. എനിക്ക് അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾ പോയി ചതിക്കപ്പെടാതെ ഇരിക്കുക. ഈ 1,00,000 കുറേ ഏജൻസികൾ രജിസ്ട്രേഷൻ ഫീസൊക്കെ മാനിക്കുന്നുണ്ട്. അതൊന്നും മാനിക്കാൻ പാടില്ല. നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് നിയമപ്രകാരം 20,000 രൂപ മാത്രമേ രജിസ്ട്രേഷൻ ഫീസ് മാനിക്കാൻ പാടുള്ളൂ. അതെല്ലാം ഇദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ജെന്യുവിൻ ആണെന്ന് തോന്നിയ കാരണം കൊണ്ടാണ് ഞാൻ ഇദ്ദേഹത്തിനെ പരിചയപ്പെടുന്നത്. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ജർമ്മനിക്ക് ജോബ് വേക്കൻസി കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ടെന്ന് അറിയാം. കുറേ പേര് പോയിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മുടെ ആൾക്കാർക്ക്, നമ്മുടെ പ്രേക്ഷകർക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കുക. ഇതിൽ വരുന്ന ചതികളും കൂടി പറഞ്ഞു കൊടുക്കണം കേട്ടോ. ഓക്കെ. നമ്മൾ മെയിനായിട്ട് റിക്രൂട്ട്മെന്റ് ചെയ്യുന്നത് മെഡിക്കൽ ഫീൽഡിലോട്ടാണ്. അതിൽ നമ്മൾ ചെയ്യുന്നത് നഴ്സുമാരെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്, ഡെന്റിസ്റ്റ്, ഡി ഫാം കഴിഞ്ഞവർക്ക് ഫാർമസിസ്റ്റ് ആയിട്ട്, അങ്ങനെ കുറച്ച് മെഡിക്കൽ ഫീൽഡിൽ വരുന്ന ജോബ്സിലോട്ടാണ് നമ്മൾ മെയിനായിട്ട് റിക്രൂട്ട്മെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ വരുന്ന മെയിൻ ക്രൈറ്റീരിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ B1 ഓർ B2 മോഡ്യൂൾസ് ഫുള്ളി, B1 മോഡ്യൂൾ ആണെങ്കിൽ ഫുള്ളി കംപ്ലീറ്റഡ് ആയിരിക്കണം, B2 ആണെങ്കിൽ പാർഷ്യൽ മോഡ്യൂൾസ്. പക്ഷേ സ്പ്രെഹൻ, അതായത് സ്പീക്കിംഗ് മോഡ്യൂൾ എന്തായാലും കമ്പൽസറി ആയിട്ട് വേണം. അപ്പോൾ ആ കംപ്ലീറ്റ് ചെയ്തവരാണ്. ഇപ്പോൾ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം, എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് അപ്ലൈ ചെയ്യാം. നമ്മൾ ത്രൂ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 6 മാസം കൊണ്ട് ഇതിൻ്റെ പ്രോസസ്സിങ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ജർമ്മനിയിൽ തരും. എക്സ്പീരിയൻസ് ഉള്ളവർക്കാണെങ്കിൽ ഇവിടെ നിന്ന് പോകുമ്പോൾ തന്നെ അറൗണ്ട് ഒരു 3,400 euros നെറ്റോ ാണ് സാലറി പാക്കേജ് ഒക്കെ വരുന്നത്. അവർക്കൊരു 6 months പ്രൊബേഷണറി പീരീഡ് ആയിരിക്കും. ആ 6 months കഴിഞ്ഞ് കഴിയുമ്പോൾ ബ്ലൂ കാർഡിലോട്ട് മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫാമിലീനെ കൊണ്ടുവരാം, അക്കോമഡേഷൻസ് ഇതൊക്കെ അവിടെ ഇതുണ്ട്. അത് നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഓരോ ക്ലിനിക്കുകൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളും ബാക്കി കാര്യങ്ങളും ഒക്കെ. നമ്മൾ ഇത് പ്രൊസീജിയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു ഗൂഗിൾ ലിങ്ക് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഗൂഗിൾ ലിങ്കിൽ നിങ്ങൾ ഫിൽ ഔട്ട് ചെയ്ത് നമ്മൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യും, നിങ്ങളുടെ പ്രൊഫൈൽ ഓക്കെ ആണെങ്കിൽ മാത്രം. കാരണം ഇപ്പോൾ മാക്സിമം 50 പേർക്കുള്ള വേക്കൻസീസ് ആണ് പ്രസന്റ്ലി നമ്മൾ ചെയ്യുന്ന ക്ലിനിക്കുകളിൽ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് ബെസ്റ്റ് 50 പ്രൊഫൈൽസ് ആണ് നമ്മൾ ഇതിൽ സെലക്ട് ചെയ്ത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ചെയ്യുന്നത്. അതിൽ മെയിൻ ക്രൈറ്റീരിയ നിങ്ങൾക്ക് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി B1 ഫുൾ മോഡ്യൂൾ വേണം, B2 ആണെങ്കിൽ പാർഷ്യൽ ആണെങ്കിലും ഓക്കെയാണ്, ഫുൾ മോഡ്യൂൾ ആണെങ്കിലും ഓക്കെയാണ്. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് നല്ലതാണ്, എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും ഇതിലോട്ട് അപ്ലൈ ചെയ്യാം. പിന്നെ ഇതിൻ്റെ രജിസ്ട്രേഷൻ ആയിട്ട് നിങ്ങൾ വെറും 20,000 അടച്ചാൽ മതി. കാരണം ഇപ്പോൾ ഇവിടെ കുറേ ഏജൻസീസ് ചിലപ്പോൾ അതിലും കൂടുതൽ എമൗണ്ടും ഓർ ഇത് കൊണ്ടുപോകാന്ന് പറഞ്ഞ് കുറേ പേര് 1,00,000 രൂപയോ 1.5 ലക്ഷമോ 50,000 ഒക്കെ മേടിക്കുന്നുണ്ടാവും. പക്ഷേ നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് റൂൾ അനുസരിച്ചിട്ട് 20,000 ആണ് രജിസ്ട്രേഷൻ ഫീസ്. അപ്പോൾ ആ രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കുക. എന്നിട്ട് ബാക്കി പ്രോസസ്സിങ്ങും കാര്യങ്ങളും, ബാക്കി ഇവിടെ വരുന്ന വിസ ഫീസ് കാര്യങ്ങൾ, ഇതൊക്കെ നിങ്ങളാണ് അവിടെ ഡയറക്റ്റ് എംബസി ആയിട്ടായാലും, ഇപ്പോൾ നിങ്ങളുടെ ഡോക്യുമെൻറ്റ് ട്രാൻസ്ലേഷൻ ചെയ്യുമ്പോൾ ഓർ അതിൻ്റെ വെരിഫിക്കേഷൻ അനബിൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒക്കെ പേയ്മെൻറ്റ് നിങ്ങൾ ഡയറക്റ്റാണ് അടയ്ക്കുന്നത്. അത് കഴിഞ്ഞ് നിങ്ങളുടെ വിസ കയ്യിൽ കിട്ടിയതിന് ശേഷമാണ് നമ്മളുടെ ഒരു കൊച്ചു ഫീസ് ഉണ്ട്, അത് നിങ്ങൾ പേ ചെയ്യേണ്ടത്. അപ്പോൾ 20,000 കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് റൂൾ പ്രകാരം 20,000 നിങ്ങൾ വാങ്ങിക്കുന്നുള്ളൂ. അത് റീഫണ്ടബിൾ ആണോ? അതായത് വിസ റിജക്ഷനോ, അതായത് നമ്മുടെ സൈഡിൽ നിന്നുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് കൊണ്ട്, പേപ്പറിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ സമയത്ത് നടക്കാത്തതുകൊണ്ട് വിസ കിട്ടാണ്ടിരിക്കുകയോ പോകാൻ പറ്റാണ്ടിരിക്കുകയോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നാൽ എന്തായാലും ഈ 20,000 രൂപ നമ്മൾ റീഫണ്ട് ചെയ്ത് കൊടുക്കും. പക്ഷേ നിങ്ങളുടേതായ താല്പര്യപ്രകാരം നമ്മളുടെ നിന്ന് അയ്യോ ഞാൻ പോകുന്നില്ല, എനിക്ക് വേറൊരു കാര്യം റെഡിയായി എന്ന് പറഞ്ഞ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 20,000 റീഫണ്ട്. കാരണം നമ്മൾ പണിയെടുത്തിട്ടുണ്ട്, അപ്പോൾ നമുക്ക് അതിന് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും എനിക്ക് ജെന്യുവൻ ആയിട്ട് തോന്നിയത് എന്താണ്, ഇവർ 20,000 ഫസ്റ്റത്തെ രജിസ്ട്രേഷന് വാങ്ങിക്കണല്ലോ. രണ്ടാമത്തെ കാര്യം, നിങ്ങളാണ് ഡയറക്റ്റ് ആയിട്ട് എംബസിയിലേക്ക് പൈസ അടയ്ക്കേണ്ടത്. ഇവരൊന്നും അതിൽ ഇടപെടില്ല, അങ്ങനത്തെ പൈസ ഒന്നും വാങ്ങിക്കില്ല. അവസാനം വിസ അടിച്ച് കിട്ടിക്കഴിഞ്ഞാലാണ് ഇവരുടെ ഫീസ് വാങ്ങിക്കുള്ളൂ. പിന്നെ ഞാൻ വേറൊരു കാര്യം കേട്ടിട്ടുണ്ട്, കുറെ ആൾക്കാർ, ഞാൻ പറയുന്നില്ല, എനിക്ക് അറിയാം, പേഴ്സണലി പറയുമ്പോൾ ചിലർക്ക് വിഷമോ, കുറെ പേര് ഈ 6 ലക്ഷയ്ക്ക് വാങ്ങിച്ചിട്ട് ജർമ്മനിക്ക് ആൾക്കാർ ഇവിടെ നിന്ന് വിടുന്നുണ്ട് ജോലിക്ക് വേണ്ടി. അവിടെ ജോലി കിട്ടുന്നുണ്ട്, പക്ഷെ അത് അൺസ്കിൽഡ് കാറ്റഗറിയിലുള്ള ജോലിയാണ്. നിങ്ങളത് ചെയ്ത് കഴിഞ്ഞാൽ
നിങ്ങൾക്ക് ഒരു ലാഭം ഉണ്ടാവില്ല. അതിനേക്കാൾ നിങ്ങൾ നാട്ടിൽ വർക്ക് ചെയ്യുന്നതാണ് അതിനേക്കാളും ലാഭം. അതിനെക്കുറിച്ച് ഇദ്ദേഹം ചെറിയൊരു നോളജ് പറഞ്ഞുതരും. ഇദ്ദേഹത്തിന് ഡീറ്റെയിൽ ആയിട്ട് അത് പറയാൻ പറ്റില്ല, കാരണം അത് കുറെ പേര് ജീവിക്കാൻ വേണ്ടിയാണല്ലോ ചെയ്യേണ്ടത്, അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ പറ്റില്ല. എന്നാലും അദ്ദേഹം പറഞ്ഞുതരും ഇതിന്റെ ഒരു ചതി. ഇതിന്റെ ഒരു ചതി എന്നല്ല, ഇതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഇതാണ്. നമ്മൾ അൺസ്കിൽ കാറ്റഗറിയിൽ ഒരു യൂറോപ്യൻ കൺട്രിയിലോട്ട് ജോബിന് പോകുമ്പോൾ നമുക്ക് ഫസ്റ്റ് ചെല്ലുമ്പോൾ 1 year ആയിരിക്കും വിസ അടിക്കുക. അത് കഴിഞ്ഞിട്ട് അവരൊരു 2 years എക്സ്റ്റെൻഡ് ചെയ്ത് തരും. മാക്സിമം പോയി കഴിഞ്ഞാൽ 5 or 6 years. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ലൈക്ക് ആ ഒരു പീരീഡ്, ഇത്ര പീരീഡ് കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ റെസിഡൻസ് ആക്കി കൊടുക്കുന്ന ഒരു ഇതുണ്ട്. അപ്പോൾ അൺസ്കിൽഡ് നിൽക്കുന്നവർക്ക് ഒരിക്കലും അവിടുത്തെ റെസിഡൻസിലോട്ട് ഒരു പ്രോപ്പർ ചാനലിൽ കൂടെ മാറാൻ പറ്റില്ല. എപ്പോഴും സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സിനെയാണ് ഒരു കൺട്രിക്ക് ആവശ്യം. അപ്പോൾ സ്കിൽഡ് വിസയിൽ വരുന്നവർക്കാണ് കൂടുതലും അവിടുത്തെ PR കിട്ടാനും ഇതിനൊക്കെ ചെയ്യും. ഇപ്പോൾ കുറേ പേര് വെയർ ഹൗസ് ജോബ് അത് ഇത് എന്നൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. ഇതൊന്നും അൺസ്കില്ലില്ല. പിന്നെ അവിടെ കിട്ടുന്നതെന്ന് പറയുന്നത് ഒരു 1800-2000 യൂറോയാണ്. ആ 1800-2000 യൂറോയിൽ അവിടുത്തെ ടാക്സും കഴിഞ്ഞ് കയ്യിൽ കിട്ടുന്നത് വളരെ ചെറിയൊരു എമൗണ്ടാണ്. അപ്പോൾ ആ ഒരു എമൗണ്ടിന് വേണ്ടി പണിയെടുക്കാനായിട്ട് വേറെ ഇങ്ങനത്തെ രാജ്യത്ത് പോയി പണിയെടുക്കുന്നത് വളരെ ഒരു മണ്ടത്തരം, ഇത്രയും പൈസ കൊടുത്തിട്ട്. അപ്പോൾ അത് ഓരോരുത്തരുടെ താല്പര്യമാണ്, അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. പിന്നെ ഇതിലൊരു കാര്യം വിട്ടുപോയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ നേരത്തെ ഒരു ഗൂഗിൾ ഫോമിൻ്റെ കേസ് പറഞ്ഞത്. ഇതിൽ ഗൂഗിൾ ഫോം കൊടുക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഈ വീഡിയോ നിഫിൻ ചേട്ടൻ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് എൻക്വയറീസ് വരും. അതിൽ 100 എണ്ണത്തിൽ 10 പേരായിരിക്കും ഒരു പ്രോപ്പറായിട്ട് ജെനുവിൻ പ്രൊഫൈൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ 100 പേരുടെ എൻക്വയറി ഒരു ഫോണിലോട്ട് വാട്സപ്പിലോട്ട് വരുമ്പോൾ നമ്മൾ ഈ ചിലപ്പോൾ 10 പേരുടെ 5 പേരുടെ മെസ്സേജ് ആയിരിക്കും നമ്മൾ കാണാം, ബാക്കി 5 പേര് ഇത് മിസ്സാണ്. അതുകൊണ്ട് നമ്മൾ ഈ വരുന്ന ഗൂഗിൾ ഫോമിൽ രജിസ്ട്രേഷൻ അനുസരിച്ച് അതിൽ എല്ലാ പ്രൊഫൈലും നോക്കി നല്ല പ്രൊഫൈൽ ഏതാണോ അവർക്ക് നമ്മൾ പേഴ്സണലി കോൺടാക്ട് ചെയ്ത് ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും ഷെയർ ഉള്ളൂ. ഇതിൽ ഒരു സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ച് ഷെയർ ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വെറുതെ തമാശയ്ക്ക് വേണ്ടി ഇരുന്ന് അന്വേഷിച്ച് വരുന്ന കുറേ പേരുണ്ട്. വെറുതെ നമ്മുടെ സമയം കളയാൻ വേണ്ടി. നമ്മുടെ സമയത്തിനും വിലയുണ്ട്. ഗൂഗിൾ ഫോമിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് അതിലിട്ടു എന്ന് വെച്ചിട്ട് പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. 20,000 അപ്പൊന്നല്ല വാങ്ങിക്കണേ. നിങ്ങൾ ഇവരായിട്ട് സംസാരിച്ച് ഇവർ ജെന്യുവിൻ ആണെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇത് മുന്നോട്ട് പോകാൻ പറ്റും നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ മാത്രമേ 20,000 കൊടുത്താൽ മതി. പുള്ളി ജർമ്മനിയിലാണ് കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ നാളെ ഇവൻ കയറിപ്പോവും വെളുപ്പിന്. ഞാൻ ഇന്ന് വലിച്ചു പിടിച്ച് നിർത്തിയൊരു വീഡിയോ ഇടാൻ കാരണം എനിക്ക് ജെന്യുവിനായിട്ട് തോന്നി. വെറുതെ പോയി ചതിക്കപ്പെടണ്ട, അത് ഓർത്തിട്ട് വേണ്ടി മാത്രമാണ്. കാരണം എന്തോരം പേരെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കണ്ടെന്നുണ്ടെന്ന് അറിയാം, പൈസ പോയിട്ട്. അതായത് ഈ ഏജൻസിക്ക് വേണ്ടി ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ പൈസ പോയ പിള്ളേരുടെ മുഖം ഞാൻ കണ്ടിട്ട് എനിക്ക് പാവം തോന്നിയിട്ടുണ്ട്. പിന്നെ ഞാൻ അവസാനം എടുക്കണ്ടെന്ന് വെച്ചിട്ടുള്ളൊരു ഇതിലാണ്. അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് എനിക്ക് ഒരാളെ കിട്ടി, ജെന്യുവൻ ആയിട്ടുള്ള ഒരാളെ കിട്ടി. കാരണം ആൾ ജർമ്മനിയിലാണ്, ആൾക്ക് അറിയാം A to Z കാര്യങ്ങൾ അറിയാം. ഇപ്പോൾ 2-3-4 വർഷം തോന്നുന്നുണ്ട് ജർമ്മനിയിൽ. അപ്പോൾ A to Z കാര്യങ്ങൾ അറിയാം. അദ്ദേഹം നോക്കിയോളും. നിങ്ങൾ ധൈര്യമായിട്ടൊന്നോ, എൻ്റെ ഒരു സുഹൃത്താണ്. പിന്നെ ഇവൻ വല്ലതും ചെയ്യുകയാണെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി, ചെയ്താൽ മതി. ഞാൻ കാരണം എനിക്ക് അവനെ കുറിച്ച് നല്ല രീതിയിൽ ചെറുപ്പം മുതലേ എനിക്കറിയാവുന്ന കാര്യമുണ്ട്. അപ്പോൾ നിങ്ങൾ പോയി ചതിക്കപ്പെടാതെ നിങ്ങൾ ഇവരായിട്ടൊന്ന് സംസാരിക്കാം. ഓക്കെ ആണെങ്കിൽ മുന്നോട്ട് പോകാം.